ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പളനിയിലാണ്. പളനിയിൽ നിർമ്മാല്യം തന്നെ രാവിലെ നമ്മൾ മലമുകളിലേക്ക് പോവുകയാണ്. ഉണ്ടോന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തിയത്. രാത്രി വന്ന് റൂമൊക്കെ എടുത്ത് രാവിലെ കയറി പോവുകയാണ്. അപ്പം നമുക്ക് മലമുകളിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ മുച്ചിട്ടൊക്കെ പോകണം. താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നട തുറന്നെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. തൊഴുതിറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും ഭഗവാനെ നല്ലപോലെ നമുക്ക് കാണാൻ. ഒരേ സ്ഥലത്തു നിന്ന് വന്നവരായിരിക്കാം ഇവരെല്ലാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആഘോഷപൂർവ്വമാണ് ഇവരെല്ലാം കയറി പോകുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മല കയറിയ പോലല്ല ഇപ്രാവശ്യം. അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പോയിക്കൊണ്ടിരുന്നത് സ്റ്റെപ്പ് വഴി കയറി പോവുകയും ആനത്താര വഴി ഇറങ്ങി വരികയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് വഴിയുള്ള വഴികളിലൂടെ കയറ്റി വിടത്തില്ല. അതിന് പകരം ഇപ്പറേ ഒരു വഴി പുതിയതായിട്ട് അവർ പണിതിട്ടുണ്ട്. അതിലെയാണ് നമ്മൾ മലയിലേക്ക് കയറി പോകുന്നത്. ഇപ്പോൾ ആദ്യം അവിടെ ചെന്ന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്ന് നമ്മൾ പൂജയൊക്കെ തേങ്ങ ഉടയ്ക്കുമല്ലോ. തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും. തിരികെ വന്ന് ഇവിടുന്നാണ് നമ്മൾ മലയിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഫോണൊക്കെ വെക്കാൻ അവിടെ സൗജന്യമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫോൺ മേടിച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ കയ്യിൽ തരും. പിന്നെ ആ സ്ലിപ്പുമായിട്ട് നമ്മൾ വീണ്ടും ചെന്ന് ആ സ്ലിപ്പ് കൊടുക്കുമ്പോഴാണ് അവർ നമ്മുടെ ഫോൺ തരുന്നത്. അതേപോലെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഫോൺ അങ്ങനെ പിടിച്ചാൽ തന്നെ 5000 രൂപ പിഴ അടയ്ക്കണമെന്ന് നമ്മളോട് അങ്ങനെ വിളിച്ചു പറയുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും ഫോണൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ സൗജന്യമായിട്ട് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ വർഷമുണ്ട്. പിന്നെ ബാഗൊക്കെ സൂക്ഷിക്കാൻ കഴിഞ്ഞ വർഷത്തെ പോലെ 10 രൂപ കൊടുത്ത് നമ്മൾ ലോക്കർ എടുക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഈ വർഷവും. അത് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ അങ്ങ് കയറി പോയത് കൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും എടുത്തില്ല. ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെ തിരികെ ഇറങ്ങി വന്നാണ് ഉള്ള വീഡിയോസൊക്കെ എടുത്തത്. നമ്മളിപ്പം പോകുന്നത് ആ വഴിയെ നമ്മളെ ആരെയും കടത്തി വിടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്നായിരുന്നല്ലോ നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ഈ സ്റ്റെപ്പ് വഴിയായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ ആരെയും കയറ്റി വിടുന്നില്ല. ഇവിടെ വന്ന് എല്ലാവരും തിരികെത്തിച്ച് ഭഗവാനെ നാളികേരം ഉടച്ചിട്ട് എല്ലാവരും തിരികെ പോയി. ആ മല വഴി ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ ഫോണൊക്കെ ചെക്ക് ചെയ്യാൻ 2 സൈഡിലും ആളെ നിർത്തിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ സൈഡിൽ ആളെ നിർത്തി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ചെക്കിങ്ങിന് ശേഷമാണ് മലയിലേക്ക് എല്ലാവരെയും കയറ്റി വിടുന്നത്. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഭയങ്കരമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് തന്നെയല്ല, അവിടുത്തെ ഒരു കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര വെയിലാണ്. നമ്മളെ പോലല്ല, ഒരു തണല് പോലും അവിടെ ഒന്നും ഇല്ല. ഇവിടെ കയറി നിൽക്കാനും ഉള്ളത്. ഈ വഴിയിൽ കൂടെയാണ് നമ്മളെ മലയിലേക്ക് ഇപ്രാവശ്യം കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ഇടുമ്പൻ മലയിലേക്കാണ് പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം.